ഷാലോം ടി വിയുടെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള പ്രേക്ഷകരെ, ഈശോയിലെ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ വാരം ആരംഭിക്കുന്നത് ഈശോയുടെ ആഘോഷമായിട്ടുള്ള ഓശാന പ്രദക്ഷിണത്തോടു കൂടിയാണ്. ജെറൂസലേമിലേക്ക് ഈശോ ഔദ്യോഗികമായി ആഘോഷമായിട്ട് പ്രവേശിച്ചതിൻ്റെ ഓർമ്മയാണ് ഓശാന തിരുനാളിലെ നമ്മൾ അനുസ്മരിക്കുന്നത്. ഈശോ ബെഥാനിയയിലായിരുന്നു. നിങ്ങൾക്കറിയാം, ലാസറിൻ്റെ, മറിയത്തിൻ്റെ, മേരിയുടെ വീടാണ് ബെഥാനിയയിലെ. ഈശോ ലാസറിൻ്റെ വീട്ടിലെ സന്ദർശകനായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത ഗ്രാമമാണ് ബെത്ഫാഗ. ഓശാന പ്രദക്ഷിണം ആരംഭിക്കുന്നത് ബെത്ഫാഗയിൽ നിന്നാണ്. ഓശാന പ്രദക്ഷിണത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് യേശു അപ്പസ്തോലന്മാർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ 4 സുവിശേഷങ്ങളിലും നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലെ 21-ാമത്തെ അധ്യായം 1 തുടങ്ങി 11 വരെയുള്ള തിരുവചനങ്ങൾ ഈശോയുടെ ഓശാന പ്രദക്ഷിണത്തോടനുബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളുടെ സംക്ഷിപ്ത വിവരണമാണ്. ഈശോ ഓശാന പ്രദക്ഷിണത്തിന് ഒരുക്കമായിട്ട് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവർക്ക് താഴെ പറയുന്ന നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത്. നിങ്ങൾ നേരെ മുന്നേയുള്ള ഗ്രാമത്തിലേക്ക് പോകണം. അവിടെ ചെല്ലുമ്പോൾ ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു കഴുതയെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും. നിങ്ങളതിനഴിക്കണം. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഉടമസ്ഥൻ വന്ന് നിങ്ങളോട് ചോദിക്കും, എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കെട്ടിയിരിക്കുന്ന ഈ കഴുതയെ എന്തുകൊണ്ടാണ് നിങ്ങൾ അനധികൃതമായിട്ട് അഴിച്ചെടുക്കുന്നത്? നിങ്ങളപ്പോൾ അതിന് മറുപടി പറയണം, കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. ഉടനെ തന്നെ അതിൻ്റെ ഉടമസ്ഥൻ ഈ കഴുതയെ നിങ്ങൾക്ക് വിട്ടുതരും. ഇന്ന് ആരംഭിക്കുന്ന ഈ ധ്യാന വിചിന്തനങ്ങളിലെ നിങ്ങളോട് ചർച്ച ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന വചനം ഇതാണ്: കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. നിങ്ങൾ അതിനെ കർത്താവിന് വിട്ടുതരിക. ഈ വചനം, കർത്താവിന് അതിന് ആവശ്യമുണ്ട്, നിങ്ങൾ അതിനെ കർത്താവിന് വിട്ടുതരിക. അവൻ ഉടനെ അത് കർത്താവിന് വിട്ടുകൊടുത്തു. ഈ വചനം ഒരുപക്ഷെ പീഡാനുഭവ വാരത്തിലെ എൻ്റെയും നിങ്ങളുടെയും ചിന്തകൾക്ക് വഴി കാട്ടുന്ന കൈവിളക്കാണ്. ഞാനും നിങ്ങളും ഈ വചനം ധ്യാനപൂർവം നമ്മുടെ ജീവിത പശ്ചാത്തലത്തിലെ ആത്മശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. നിങ്ങൾ അതിനെ വിട്ടുതരിക. ഉടമസ്ഥൻ ഉടനെ അതിനെ കർത്താവിന് വിട്ടുകൊടുത്തു. ഓശാന പ്രദക്ഷിണം ആരംഭിക്കുന്നത് ഈ കഴുതപ്പുറത്താണ്. ഈ കഴുതയുടെ പുറത്ത് അവരെ തുണികൾ വിരിച്ചു. സ്ത്രീകൾ വഴിയിൽ വസ്ത്രങ്ങൾ വിതറി. ചെറുപ്പക്കാരെ മരക്കമ്പുകളിൽ നിന്ന് ഇലകൾ വെട്ടി റോട്ടിൽ വിതറി. അവരുടെ കൈകളിലൊക്കെ തന്നെ ഒലിവ് ശിഖരങ്ങൾ കൊടുത്തു. അവർ ഓശാന ഓശാന, ദാവീദിൻ്റെ പുത്രൻ ഓശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവന് മഹത്വം ഉണ്ടാകട്ടെ എന്ന ആരവത്തോടുകൂടെ ബെത്ഫാഗയിൽ നിന്ന് ജെറൂസലേമിലേക്ക്
ഓശാന പ്രദക്ഷിണം ആരംഭിച്ചു. കർത്താവ് സഞ്ചരിക്കുന്നത് കഴുതപ്പുറത്താണ്. ഈ കഴുത ഒരു വീടിൻ്റെ മുറ്റത്ത് കെട്ടി നിർത്തപ്പെട്ടതായിരുന്നു. അതിൻ്റെ ഉടമസ്ഥാവകാശം ആ വീട്ടുകാർക്കാണ്. പക്ഷെ കർത്താവിൻ്റെ പട്ടണപ്രവേശനത്തിന് ഈ കഴുതയെ വിട്ടുകൊടുക്കുന്ന ഉടമസ്ഥൻ. നമ്മുടെ ക്രൈസ്തവ ജീവിതം കർത്താവിൻ്റെ യാത്രയ്ക്കുള്ള കഴുതകളുടെ സ്ഥാനത്താണ്. ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിനെ ഈ ലോകത്തിലേക്ക് അവതരിപ്പിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഈ പീഡാനുഭവ വാരത്തിലെ ധ്യാനം മുഴുവൻ എങ്ങനെയാണ് കർത്താവിൻ്റെ ദൗത്യം ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് കുറേ കൂടെ പ്രസക്തമായി അവതരിപ്പിക്കാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കണം നമ്മെ ഭരിക്കേണ്ടത്. ഒരുപക്ഷെ ഇന്ന് ഓശാന തിരുനാളിൻ്റെ ഓർമ്മ നമ്മൾ ധ്യാന വിഷയമാക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ചിന്ത ഇതാണ്: ഞാൻ കർത്താവിൻ്റെ കഴുതയാണ്. എന്നിലൂടെ കർത്താവ് ഈ ലോകത്തിൽ സഞ്ചരിക്കാൻ ഞാൻ അവസരം ഒരുക്കണം. എന്നിലൂടെ കർത്താവ് ഈ ലോകത്തിലെ എനിക്ക് ചുറ്റും ഞാൻ എവിടെയൊക്കെ ആയിരിക്കുന്നു അവിടെയൊക്കെ പ്രവേശിക്കാനും തൻ്റെ ദൗത്യം തുടരാനും കാരണമാകണം. സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. ഈ ലോകത്തിലെ കർത്താവിന് സഞ്ചരിക്കാൻ നമ്മുടെ സഹായം അത്യന്താപേക്ഷിതമാണ്. കർത്താവ് ഈ ലോകത്തിലെ തൻ്റെ ദൗത്യം തുടരുന്നത് എൻ്റെയും നിങ്ങളുടെയും സഹായത്തോടും സഹകരണത്തോടും കൂടിയിട്ടാണ്. ഞാനും നിങ്ങളും കർത്താവിനോട് സഹകരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ദൗത്യം ഈ ലോകത്തിൽ തുടരാനായിട്ട് കർത്താവിന് കഴിയുന്നത്. നമുക്ക് കർത്താവിൻ്റെ തിരുജനനം എടുക്കാം. കർത്താവിൻ്റെ തിരുജനനം ആരംഭിക്കുന്നത് മംഗളവാർത്തയിലാണ്. നസ്രസിലെ കുടുംബത്തിലെ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷനായി മറിയത്തോട് ചോദിച്ച ചോദ്യം ഇതാണ്: നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. അവൾ ഭയപ്പെട്ടു പോയി. അവൾ അസ്വസ്ഥ ചിത്തയായി. അവൾ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മാലാഖ അവളോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കും. അത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ദാവീദിൻ്റെ സിംഹാസനാവകാശിയാണ്, അവൻ രക്ഷകനാണ്. മറിയം പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. മാലാഖ പറഞ്ഞു, നീ പേടിക്കേണ്ട മറിയമേ, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും. നീ ഗർഭം ധരിക്കാൻ പോകുന്ന കുഞ്ഞ് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയം ഉടനെ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. നിൻ്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. അവിടെയാണ് രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നത്. മംഗളവാർത്തയിലെ കർത്താവിൻ്റെ തിരുജനനത്തിന് ദൈവത്തിൻ്റെ ദൂതൻ മറിയത്തിൻ്റെ സഹായവും സഹകരണവും അപേക്ഷിക്കുകയായിരുന്നു. മറിയം തൻ്റെ സഹകരണം കൊടുത്തപ്പോഴാണ് ദിവ്യശിശു മറിയത്തിൻ്റെ ഗർഭത്തിൽ ഉത്ബുദ്ധനായത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എന്നിൽ നിറവേറട്ടെ. എ ട്രാവലിംഗ് ടബർനക്കിൾ ഓഫ് ജീസസ്. മറിയം കർത്താവിനെ വഹിക്കുന്ന കർത്താവിൻ്റെ സക്രാരിയായിട്ട് തീരുകയാണ്. ഒരുപക്ഷെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക, ഓരോ കുടുംബത്തിലും ഭാര്യ ഭർത്താക്കന്മാർ കിടന്നുറങ്ങുന്ന കിടപ്പറകളിൽ കർത്താവിൻ്റെ മാലാഖ നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഒരു കുഞ്ഞിൻ്റെ ജനനം നിങ്ങൾക്ക് സാധ്യതയായിട്ട് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ മാലാഖ നിങ്ങളോട് നിങ്ങളുടെ സഹകരണമാണ് ചോദിക്കുന്നത്. കർത്താവിൻ്റെ കുഞ്ഞിനെ നിങ്ങളുടെ ഉദരത്തിൽ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സന്മനസ്സുണ്ടോ? സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ കഴുതകളാകുന്ന സന്ദർഭങ്ങളായത്. യൗസേപ്പ് മറിയം ഗർഭവതിയാണെന്ന് കേട്ടിട്ട് അസ്വസ്ഥനായി. അവർ വിവാഹസമ്മതം നടത്തിയിട്ടുള്ളൂ. അവർ പരസ്പരം ബന്ധപ്പെട്ടിട്ടില്ല. അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല.
അപ്പോഴാണ് മറിയം ഗർഭവതിയാണെന്ന് ഔസേപ്പ് അറിയുന്നത്. ഔസേപ്പ് അസ്വസ്ഥചിത്തനായി. മാലാഖ രാത്രിയിലെ യൗസേപ്പിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നോക്കൂ യൗസേപ്പെ, മറിയം ഗർഭവതിയായിരിക്കുന്നത് പുരുഷബന്ധം കൊണ്ടല്ല, ആത്മാവിൻ്റെ ശക്തി കൊണ്ടാ. നീ അവളെ ഉപേക്ഷിക്കരുത്. അവളിൽ നിന്ന് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ആ കുഞ്ഞിൻ്റെ വളർത്ത് അപ്പനായിട്ട് നീ എന്നോട് സഹകരിക്കണം. യൗസേപ്പ് നിദ്രയിൽ നിന്ന് ഉണർന്നു. ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ചിട്ട് മറിയത്തെ അവൻ ഭാര്യയായി സ്വീകരിച്ചു. പിന്നെ യൗസേപ്പ് പിതാവാണ് യേശുവിൻ്റെ സംരക്ഷണത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത്. ഞാനും നിങ്ങളത് മനസ്സിലാക്കണം. നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ ഞാനും നിങ്ങളൊക്കെ കണ്ടുമുട്ടുന്ന ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ പരാജയങ്ങൾ പലപ്പോഴും ആരംഭിക്കുന്നത് ഭാര്യയെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, ഭർത്താവിനെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ്. അവിടെയൊക്കെ ദൈവം നിങ്ങളുടെ സഹകരണം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ദൈവം ഈ ലോകത്തിലെ എന്നെ സന്ദർശിക്കണമെങ്കിൽ, എൻ്റെ കുടുംബത്തെ സന്ദർശിക്കണമെങ്കിൽ ഞാൻ കർത്താവിൻ്റെ കഴുതയാകാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കണം. നമുക്ക് മറ്റൊരു ഉദാഹരണം എടുക്കാം. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു അത്ഭുതമാണ് അപ്പം വർദ്ധിപ്പിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം നടക്കുമ്പോൾ അപ്പസ്തോലന്മാരെന്താ കർത്താവിനോട് പറഞ്ഞെന്നറിയാമോ? സ്ഥലം വിജനമാണ്, സമയം സന്ധ്യയാണ്, ഇവിടെ ഒരു തട്ടുകട പോലും ഇല്ല, ഒന്നും വാങ്ങിക്കാൻ കിട്ടില്ല. ഈ ജനത്തെ നീ വെറുതെ കുഴപ്പത്തിൽ ചാടിക്കരുത്. നമുക്കിവരെ പിരിച്ചുവിടാം. ഈശോ അപ്പസ്തോലന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പം ഉണ്ട്? നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പം ഉണ്ട്? ജനങ്ങളുടെ ഇടയിൽ, എല്ലാവരുടെ ഇടയിലും ചോദിച്ചെന്നാ പറയുന്നത്, ആരുടെ കയ്യിലെങ്കിലും അപ്പം ഉണ്ടോ? എല്ലാവരും ഇല്ല എന്ന് മറുപടി പറഞ്ഞു. അവസാനം പീലിപ്പോസും അന്ത്രയോസും കൂടെ വന്നിട്ട് പറഞ്ഞു, ആ പിന്നാമ്പുറത്തൊരു പിഞ്ചു പയ്യൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. ആ 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കൈകളിലേക്ക് ആ കുഞ്ഞ് കൊടുത്തപ്പോൾ, അതെടുത്തുയർത്തി വാഴ്ത്തി മുറിച്ചപ്പോൾ അവിടെയാണ് അത്ഭുതമുണ്ടായത്. അവിടെയാണ് ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം സാക്ഷാത്കരിക്കുന്നത്. സ്നേഹമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും സഹകരണം കൂടാതെ ദൈവത്തിന് ഈ ലോകത്തിലെ തൻ്റെ രക്ഷാകര ദൗത്യം തുടരാൻ സാധ്യമല്ലെന്ന് തിരിച്ചറിയുക. കർത്താവ് ആദ്യമായിട്ട് സുവിശേഷം പ്രസംഗിച്ചത് ലൂക്കായുടെ സുവിശേഷത്തിലെ 5-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് കഫർനാഹോമിൽ വന്നപ്പോൾ, കഫർനാഹോമിലെ മുക്കുവന്മാരുടെ നേതാവായിരുന്നു പത്രോസ്. ശമയോൻ വല കഴുകുകയായിരുന്നു, വള്ളം കരയ്ക്കടുപ്പിച്ചിരിക്കുകയായിരുന്നു. കർത്താവ് ശമയോനോട് ആവശ്യപ്പെട്ടു, നീ ആ വെള്ളം അല്പം പിറകോട്ട് നീക്കുക. കർത്താവ് ആ വെള്ളം ശമയോൻ്റെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. ആ വെള്ളത്തിൽ കയറിയിരുന്നിട്ടാണ് കർത്താവ് തൻ്റെ സുവിശേഷം ആദ്യമായിട്ട് പ്രസംഗിച്ചത്. തൻ്റെ ചുറ്റും വന്ന വലിയ ജനാവലിയോട് കർത്താവ് സുവിശേഷം പ്രസംഗിച്ചത് ആ വള്ളം പത്രോസിൻ്റെ കയ്യിൽ നിന്ന് വാടകയ്ക്കെടുത്ത് അതിലിരുന്നിട്ടാണ്. ഞാനിത് നിങ്ങളോട് പറയുന്നത്, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ കർത്താവിൻ്റെ സുവിശേഷം ഈ ലോകത്തിൽ അവതരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ്. കർത്താവിനോട് സഹകരിക്കാൻ, കർത്താവിൻ്റെ ദൗത്യം നമ്മൾ ഏറ്റെടുക്കാൻ, കർത്താവിൻ്റെ വലിയ ശുശ്രൂഷ നമ്മുടെ ജീവിതങ്ങളിലൂടെ നടത്തിക്കൊണ്ടുപോകാൻ ഞാനും നിങ്ങളും നമ്മെ വിട്ടുകൊടുക്കണം. 2012 ഒക്ടോബർ മാസത്തിലെ ലോകത്തിലെ മെത്രാന്മാരുടെ പ്രതിനിധികൾ റോമിലെ മാർപ്പാപ്പയുടെ അധ്യക്ഷതയിൽ സമ്മേളിക്കാൻ പോകുക. അവർ സമ്മേളിക്കുന്നത് നവസുവിശേഷവൽക്കരണത്തെക്കുറിച്ച് ചിന്തിക്കാനാണ്. പരിശുദ്ധ പിതാവ് നവസുവിശേഷവൽക്കരണത്തിന് വേണ്ടി എല്ലാ മെത്രാന്മാരെയും റോമിലേക്ക് ക്ഷണിച്ചിരിക്കുക. എന്താണ് സഹോദരങ്ങൾ ഈ നവസുവിശേഷവൽക്കരണം? നവസുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ
ഞാനും നിങ്ങളും ജീവിക്കുന്ന ചുറ്റുപാടുകളിലെ കർത്താവിൻ്റെ സുവിശേഷം അർത്ഥവത്തായി ആകർഷകമായിട്ട് അവതരിപ്പിക്കാനുള്ള സഭാ തനയരുടെ ഉത്തരവാദിത്തമാണ് നവസുവിശേഷവൽക്കരണം. എല്ലാ മേഖലകളിലും കർത്താവിനെ അവതരിപ്പിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ ഇടയിൽ ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. സുവിശേഷം പ്രസംഗിക്കാനുള്ള ഉത്തരവാദിത്തം പ്രധാനമായിട്ടും ആർക്കാ ഉള്ളത്? അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും. അച്ഛന്മാരും കന്യാസ്ത്രീകളും അവരാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടത്. എന്നാൽ ഈ നവസുവിശേഷവൽക്കരണത്തെക്കുറിച്ചുള്ള മാർപ്പാപ്പയുടെ പ്രമാണരേഖയിൽ മാർപ്പാപ്പ എടുത്തു പറയുന്നു, അല്ല, മാമോദീസ സ്വീകരിച്ച ഓരോ ക്രൈസ്തവനും കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് കടപ്പെട്ടവനാണ്. ഓരോരുത്തരും അവരുടെ സാഹചര്യങ്ങളിലെ, അവരുടെ ചുറ്റുപാടുകളിലെ, അവരായിരിക്കുന്ന ജീവിത മേഖലകളിലെ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു. മാതാപിതാക്കൾ മക്കളോട് സുവിശേഷം പ്രസംഗിക്കണം. മക്കളുടെ വേദപാഠ പുസ്തകം മാതാപിതാക്കളാണ് മക്കളുടെ സുവിശേഷ പ്രഘോഷകര്. മക്കളായിരിക്കുന്ന മേഖലകളിലെ അവരുടെ ചുറ്റുപാടുകളിൽ അവർ സുവിശേഷത്തിന് സാക്ഷികളാകണം. എത്രയോ വലിയ ബിഷഗുരന്മാർ നമുക്കുണ്ട്. നമ്മുടെ കേരള കത്തോലിക്ക സഭയ്ക്ക് 2 മെഡിക്കൽ കോളേജാണ്. ഓരോ ബാച്ചിലും 100-ൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൽ മഹാഭൂരിപക്ഷവും നമ്മുടെ മാമോദീസ സ്വീകരിച്ച കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ സമൂഹത്തിലെ ഡോക്ടർമാരെ അവരെല്ലാവരിലൂടെയും കർത്താവിൻ്റെ രോഗശാന്തി ശുശ്രൂഷ ഈ സമൂഹത്തിലെ അവതരിപ്പിക്കുന്ന ഒരു ശൈലി നമുക്ക് സ്വന്തമാകണ്ടേ? നമ്മുടെ ഡോക്ടർമാരെ കർത്താവിൻ്റെ സുഖപ്പെടുത്തുന്ന കരങ്ങളുടെ തുടർച്ചകളാകണ്ടേ? നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരും നമ്മുടെ സാമൂഹിക പ്രവർത്തകരും അവരിലൂടെയൊക്കെ തന്നെ കർത്താവിൻ്റെ സുവിശേഷം ഈ ലോകത്തിൽ അവതരിപ്പിക്കപ്പെടാനായിട്ട് കാരണമാകണം. അതുകൊണ്ട് ഓരോ ക്രൈസ്തവനും കർത്താവിന് ആവശ്യമുള്ള കഴുതകളാണ്. പത്രപ്രവർത്തനം, മാധ്യമരംഗങ്ങൾ, കലാപരമായിട്ടുള്ള കഴിവുകളുടെ രംഗങ്ങൾ, നാടകങ്ങൾ, നൃത്തങ്ങൾ, വര, എന്തൊക്കെ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടാണോ നമുക്ക് കർത്താവിനെ ഈ ലോകത്തിൽ അവതരിപ്പിക്കാൻ കഴിയുമോ ആ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ കർത്താവിൻ്റെ സുവിശേഷം ഈ ലോകത്തോട് അറിയിക്കാനായിട്ട് നമുക്ക് കടമയുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലെ സൂത്രവാക്യം എന്താ? ആ വീടിൻ്റെ മുറ്റത്ത് നിങ്ങളൊരു കഴുതയെ കാണും, നിങ്ങളതിനഴിക്കുക. അതിൻ്റെ ഉടമസ്ഥൻ ന്യായമായിട്ട് നിങ്ങളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ വീടിൻ്റെ മുറ്റത്തെ കഴുത എൻ്റെ സ്വകാര്യ സ്വത്തിന് നിങ്ങൾ അഴിക്കുന്നത്? നിങ്ങൾ മറുപടി പറയണം, കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. ഞാനും നിങ്ങളും കർത്താവിൻ്റെ കഴുതകളാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ അതൊക്കെ കർത്താവിൻ്റെ ഈ ലോകത്തിലെ സഞ്ചാരത്തിന്, പട്ടണപ്രവേശനത്തിന്, ജെറുസലേമിലേക്കുള്ള ആഘോഷമായിട്ടുള്ള പ്രവേശനത്തിന് ഞാനും നിങ്ങളും ഉപാധികളാക്കി കർത്താവിൻ്റെ കൈകളിൽ കൊടുക്കണം. സുവിശേഷം പറയുന്നു, അവൻ ആ കഴുതയെ കർത്താവിനെ വിട്ടുകൊടുത്തു. തൃശ്ശൂരിലെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് CLC. ഈ CLCയിലെ കുഞ്ഞു ചെറുപ്പം തൊട്ടേ ഞാൻ അംഗമായിരുന്നു. ഈ CLCയിൽ ചൊല്ലുന്ന മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എത്രയോ അർത്ഥവത്തായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. കർത്താവിന് നിൻ്റേതല്ലാതെ കരങ്ങളില്ല, നിൻ്റെ കരങ്ങളെ കർത്താവിനെ കൊടുക്കുക. ഈ ലോകത്തെ കാണാൻ കർത്താവിന് നിൻ്റേതല്ലാതെ കണ്ണുകളില്ല, നിൻ്റെ കണ്ണുകളെ കർത്താവിനെ കൊടുക്കുക. ഈ ലോകത്തിൽ നന്മ ചെയ്ത് സഞ്ചരിക്കാൻ കർത്താവിന് നിൻ്റേതല്ലാതെ കാലുകളില്ല, നിൻ്റെ കാലുകളെ കർത്താവിന് വിട്ടുകൊടുക്കുക. ഈ ലോകത്തെ സ്നേഹിക്കാൻ കർത്താവിന് നിൻ്റേതല്ലാതെ ഹൃദയമില്ല, നിൻ്റെ ഹൃദയം കർത്താവിനെ സമർപ്പിക്കുക. സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധ വാരത്തിലെ നമ്മുടെ ചിന്തകൾ മുഴുവൻ എങ്ങനെ നമുക്ക് കർത്താവിൻ്റെ സ്വന്തമാകാം എന്നതാകട്ടെ. ഞാനും നിങ്ങളും കർത്താവിൻ്റെ സഞ്ചാരത്തിന് വേണ്ടി, കർത്താവിൻ്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി,
കർത്താവിൻ്റെ ശുശ്രൂഷകളുടെ തുടർച്ചയ്ക്ക് വേണ്ടി കർത്താവിനെ നൽകപ്പെട്ട കഴുതകളെപ്പോലെ പ്രവർത്തിക്കാൻ, നമ്മിലൂടെ കർത്താവ് ഈ ലോകത്തിൽ സഞ്ചരിക്കാൻ ഇടയാകാൻ, നമ്മുടെ വ്യത്യസ്ത കഴിവുകളിലൂടെ, നമ്മുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സൗകര്യങ്ങളിലൂടെ, നമ്മുടെ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളിലൂടെ ഈ ലോകത്തിലെ കർത്താവിനെ എല്ലാവരെയും സന്ദർശിക്കാൻ, എല്ലാവരെയും സുഖപ്പെടുത്താൻ, എല്ലാവരെയും കാണുവാൻ, എല്ലാവരെയും സ്നേഹിക്കാൻ ഇടയാകുന്ന വിധത്തിൽ നമ്മുടെ ജീവിതങ്ങൾ കർത്താവിന് സമർപ്പിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഒരുപക്ഷെ നമ്മുടെ ജീവിതങ്ങൾ കർത്താവിൻ്റെ കൈകളിലെ കർത്താവിന് സ്വന്തമാകുമ്പോൾ അതിലൂടെ സംഭവിക്കുന്ന സുവിശേഷ വേല അത് കർത്താവിൻ്റെ മഹത്വത്തിനും കർത്താവിൻ്റെ സഭയുടെ വളർച്ചയ്ക്കും ദൈവജനത്തിൻ്റെ ആത്മീയമായ അഭിവൃദ്ധിക്കും കാരണമാകും. ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.